ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ വീഡിയോ എൻ്റെ CSIR നെറ്റ് JRF ജേണിയാണ്. ഞാൻ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യണം, ഏത് രീതിയിലാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ പ്രോബ്ലംസ് ഒക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന നേരത്തെ അറിയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അധികം എഫേർട്ട് ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളിപ്പം ഫസ്റ്റ് എക്സാം എഴുതിയതിനു ശേഷമായിരിക്കും നമ്മുടെ നെഗറ്റീവ് ഇതൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാവുന്നത്. അത് ഒരു എക്സാം ഫേസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ നെഗറ്റീവ്സ്. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ, പിന്നീട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടുക എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സെൽഫ് സ്റ്റഡി ചെയ്താൽ CSIR നെറ്റ് JRF കിട്ടുമെന്ന്. എൻ്റെ സബ്ജക്റ്റ് ലൈഫ് സയൻസ് ആണ്. ഈ സബ്ജക്റ്റിൽ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ട് യൂട്യൂബിൽസ് വീഡിയോസ് അവൈലബിൾ ആണ്. അതൊക്കെ ഇരുന്ന് കണ്ട് നോട്ട്സ് ഒക്കെ വായിച്ചിട്ട് CSIR നെറ്റും JRF പിന്നെ DBT JRF ടിഫർ ഒക്കെ ക്വാളിഫൈ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. വളരെ നല്ല റാങ്ക് വാങ്ങിയിട്ട് തന്നെയാണ് അവരൊക്കെ ക്വാളിഫൈ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ശരിക്കും അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവർ മിക്കവാറും കോച്ചിങ് ആയിരിക്കും നോക്കുന്നുണ്ടാവല്. അല്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് നേടാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. സ്മാർട്ട് വർക്ക് ആണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം. അപ്പോൾ MSc കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്ക് ഉണ്ടാവുന്ന മെയിൻ ഡൗട്ട് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രിപ്പറേഷൻ, എന്തൊക്കെയോ അറിയാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടണി, സുവോളജി, ബയോടെക്, മൈക്രോബയോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് മെയിൻലി ലൈഫ് സയൻസ് എക്സാം എഴുതുന്നത്. UGC നെറ്റും ഉണ്ട്, ഇക്കോളജി എൻവയോൺമെന്റൽ സയൻസിൻ്റെത്, അതും എഴുതാൻ പറ്റും. പക്ഷെ അത് കുറച്ചുകൂടി നെഗറ്റീവ് മാർക്ക് ഇല്ല. പക്ഷെ CSIR നെറ്റിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പക്ഷെ ഞാൻ പഠിച്ച ടോപ്പിക്കായിട്ട് കുറച്ചുകൂടി റിലേറ്റബിൾ CSIR നെറ്റിന്റെ സിലബസ് ആണ്. അപ്പോൾ സിലബസ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ക്വാളിഫൈ ചെയ്യണമെങ്കിൽ. UGC നെറ്റ് എന്താണ്, CSIR നെറ്റ് അല്ലെങ്കിൽ NTA എന്താണോ അവർക്ക് എന്താണോ ആവശ്യം അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് അത് മാത്രം നമ്മൾ ആ ഒരു ഏരിയ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. കാർഡ് കയറി പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ശരിക്കും 1 year എബോവ് എടുക്കും. അത്രയും വാസ്റ്റ് സിലബസ് ആണ്. അപ്പം നമ്മുടെ മെയിൻ ഏരിയ ഏതാണെന്ന് നമ്മൾ മെയിൻലി ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഏതൊക്കെ ബുക്സ് ആണ് വായിച്ചത് ആ ടൈമിൽ, ഞാൻ ഏത് രീതിയിലാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പങ്കുവെക്കുന്നത്. പിന്നെ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് ഒരു 1-2 hours CSIR എക്സാമിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ അത് പഠിച്ചിറങ്ങുമ്പോഴേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസത്തെ എഫേർട്ട് ഇട്ടാൽ പെട്ടെന്ന് CSIR കിട്ടാനുള്ള പോസിബിലിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തതാണ്. നേരത്തെ പറഞ്ഞു, സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ മെയിൻ ഒരു പ്രശ്നം അവർ കാർഡ് കയറി പഠിക്കും. എന്താണ് പഠിക്കേണ്ടത് എന്നറിയാതെ ഒരുപാട് കാര്യങ്ങൾ വാസ്റ്റ് ആയിട്ട് പഠിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്, നമുക്ക് സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. PYQ എടുക്കുക. അതിൽ ഏത് ടോപ്പിക്കാണോ ചോദിച്ചിട്ടുള്ളത് ആ ടോപ്പിക്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അത് ഏത് ഏരിയ ആണ്, സപ്പോസ് അത് മോളിക്കുലാർ ബയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ മോളിക്കുലാർ ബയോളജി റെഫർ ചെയ്യുക, ബുക്ക് റെഫർ ചെയ്യുക, അതിലെ കണ്ടന്റ് അതിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്ന ബേസിക് നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഒരു പ്രശ്നം, നമ്മൾ ബുക്ക് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അധികം റഫ് ലാംഗ്വേജസ് വരുന്ന മനസ്സിലാവാത്ത രീതിയിൽ എക്സ്പ്ലനേഷൻ വരുന്ന ബുക്സ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും
അതിനു മുമ്പ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. റീസെന്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ബുക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. CSIR ടെക്സ്റ്റ് ബുക്കിലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ഓതേഴ്സിന്റെ ബുക്കിലുള്ള സെയിം സെന്റൻസസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആണ് എക്സാംസ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ഇതുകൂടി മുന്നേ കണ്ടിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരല്ല, കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്ലാസ്സസ് കിട്ടുന്നല്ലാതെ മോട്ടിവേഷനൊക്കെ സെൽഫ് മോട്ടിവേഷനൊക്കെ നമുക്ക് തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ്. അതിനുമുമ്പ് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കാം, എന്തിനാണ് നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നെറ്റ് ക്വാളിഫൈ ആണെങ്കിൽ നമുക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ പറ്റും, അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നീട് PSC മറ്റേതെങ്കിലും എക്സാം വിളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഔട്ട്സൈഡ് കേരള തന്നെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടി നോക്കാൻ പറ്റും. അല്ലെങ്കിൽ JRF ക്വാളിഫൈ ആയിട്ട് PhDയിലേക്ക് പോകാൻ പറ്റും. PhD അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ വിളിക്കുമ്പോൾ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യണം. സിലബസ് വാസ്റ്റ് ആണ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ച ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് പറയാം. ഞാൻ മോൾ ബയോ നോക്കിയിട്ടുണ്ട്. മോളിക്കുലാർ ബയോളജിയിൽ ഇപ്പോൾ വരുന്നത് ബേസിക് ആയിട്ടുള്ള DNA RNA അതിൻ്റെ ബേസിക്സ്, ന്യൂക്ലിയോടൈഡ്സ്, ആ ബേസിക്സ് അതെങ്ങനെയാണ് ഫോം ചെയ്തത്, ആസിഡ് ലൈക്ക് നൈട്രജൻ ബേസസ്, ഫോസ്ഫേറ്റ്സ്, അതൊക്കെ. പിന്നെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഈ കാര്യങ്ങൾ, മോഡിഫിക്കേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ മോൾ ബയോയിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അമിനോ ആസിഡ് ആൻഡ് പ്രോട്ടീൻസ്, അതിൽ അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ, അമിനോ ആസിഡ് കമ്പൈൻ ചെയ്തിട്ടാണല്ലോ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. പിന്നെ പ്രോട്ടീനിന്റെ പ്രോപ്പർട്ടീസ്, പ്രൈമറി സെക്കൻഡറി ടേർഷ്യറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം, പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ. നെക്സ്റ്റ് ഞാൻ നോക്കിയതാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്, കാരണം കുറേ കോമ്പൗണ്ട്സും കെമിക്കൽസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പം അതിൻ്റെ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് സൈക്കിൾസ്, C3 സൈക്കിളൊക്കെ, ഗ്ലൈക്കോളിസിസ്, അതൊക്കെ വരുന്നത് കാർബോഹൈഡ്രേറ്റിലാണ്. അതെനിക്ക് കുറച്ച് പാടാണ്. അപ്പം ഞാൻ അത് മാക്സിമം നോക്കിയിട്ടുണ്ട്. ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്. പിന്നെ സെൽ ബയോളജി ആണ് വരുന്നത്. സെൽ ബയോളജിയിൽ വരുന്ന സെൽ മെംബ്രൈൻസ് വരുന്നുണ്ട്. അതുപോലെ സെൽ സിഗ്നലിങ്, അടുത്തത് വരുന്നത് സെൽ സിഗ്നലിംഗ് ആണ്. അതിൽ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, പക്ഷെ നമ്മളത് മനസ്സിലാക്കി ഫിഗർ വെച്ച് പഠിക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽ സിഗ്നലിങ്. എനിക്ക് സെൽ സിഗ്നലിങ് എന്തോ ഇഷ്ടമാണ്. ആദ്യം കുറച്ച് പേടി തോന്നുന്ന ഒരു ഏരിയ ആണ്, പക്ഷെ പഠിച്ചു വരികയാണെങ്കിൽ ഒരു നൈസ് ആയിട്ടുള്ള സംഭവമാണ്. നെക്സ്റ്റ് ഇമ്മ്യൂണോളജി. ഞാൻ ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇമ്മ്യൂണോളജി മോശമില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രമേ നോക്കിയിട്ടുള്ളൂ, വാസ്റ്റ് ആയിട്ടൊന്നും നോക്കാൻ പോയിട്ടില്ല. പിന്നെ വരുന്നത് പ്ലാന്റ് സയൻസിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന ഫോട്ടോസിന്തസിസ് കാര്യങ്ങൾ, പിന്നെ ഫോട്ടോ പീരിയോഡിസം പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, പിഗ്മെന്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് ഡിഫെൻസ് മെക്കാനിസം പ്ലാന്റ്സിന്റെ, അത് വരുന്നുണ്ട്. പിന്നെ ഇക്കോളജി വരുന്നുണ്ട്. ഇക്കോളജി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പ്ലാന്റ് സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി മോർ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡെവലപ്മെന്റൽ ബയോളജി, അത് സുവോളജി റിലേറ്റഡ് ആണ് കുറേ കാര്യങ്ങൾ. പക്ഷെ ബോട്ടണി പഠിച്ചവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൽ മെയിൻലി കുറേ ഓർഗാനിസത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആക്കി വച്ചപ്പോൾ എനിക്ക് അതൊക്കെ ഓരോരോ പേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഈസിലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എവല്യൂഷൻ ഒരു നല്ല ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇൻസ്ട്രുമെന്റേഷനിൽ വരുന്ന ടോപ്പിക്സ്, PCR, ക്രൊമാറ്റോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്, അതുകൂടി നോക്കണം. ഞാൻ പഠിച്ച മെയിൻ ഏരിയാസ് ഒക്കെ കണ്ടു. ഇനി ഏതൊക്കെ ബുക്സ് ആണ് ഇതിനു വേണ്ടി റെഫർ ചെയ്യേണ്ടത്, തനിച്ച് പഠിക്കുമ്പോൾ ഉള്ളൊരു മെയിൻ ഇഷ്യൂ ആയിരിക്കും. ഏതൊക്കെ നോക്കണം. എൻ്റെ കയ്യിലുള്ള ബുക്സ്, ഞാൻ ഈ ബോൾഡിൽ കൊടുത്ത ബുക്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബുക്സ് ആണ്. അതിൽ ലോഡിഷ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബുക്ക്. ഞാൻ എല്ലാ സബ്ജക്റ്റിനും മോസ്റ്റ് സെൽ സിഗ്നലിംഗ് ഒക്കെ ലോഡിഷ് ആണ് റെഫർ ചെയ്തിട്ടുള്ള എല്ലാ പിക്ചേഴ്സ്. പിന്നെ മോളിക്കുലാർ ബയോളജിയും ലോഡിഷിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്.
ലോ ഡിഷിലാണെങ്കിൽ കുറച്ച് ഷോർട്ട് ആയിട്ടാണ് ഈ മോളിക്കുലർ ബയോളജിക്കുള്ള റെപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കണം എന്നുള്ളവർക്ക് അത് നോക്കാം. പക്ഷെ കുറച്ച് വാസ്റ്റ് ആയിട്ടാണ് ട്രോപ്പിലുള്ളത്. അത് ഓരോരോ ചാപ്റ്റർ ആയിട്ട് ഒരുപാട് പേജസ് ആയിട്ടുണ്ട്. പിന്നെ അതും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിലുണ്ട്, ട്രോപ്പ് എൻ്റെ കയ്യിലുണ്ട്. അത് റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ പഠിക്കാൻ വേണ്ടി ഡ്രോപ്പാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ മോൾ ബയോളജിക്ക് വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെ ബുക്ക് ഉണ്ട്. നമ്മുടെ ഡബിൾ സ്റ്റാൻഡ് DNA സ്ട്രക്ചർ പറഞ്ഞ ആൾക്കാരാണ് വാട്സൺ ആൻഡ് ക്രിക്ക്. അവരുടെ ബുക്സ് ഉണ്ട്. പക്ഷെ അവരുടെ ബുക്സും നൈസാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി വായിക്കാൻ തോന്നിയത് ഡ്രോപ്പായിരുന്നു. ഞാൻ രണ്ടും വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെത് ഫുള്ളി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെല്ല് പഠിക്കാൻ വേണ്ടി കാർബ്സ് ഉണ്ട്, കാർബ്സിന്റെ ബുക്ക്. പിന്നെ ഡെവലപ്മെന്റൽ ബയോളജിക്ക് ഫിഗർ ഒക്കെ റെഫർ ചെയ്യാൻ വേണ്ടി ഗിൽബർട്ടിന്റെ ബുക്കാണ്. ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഇരുന്ന് വായിക്കണം, കുറച്ച് അധികം ഇരുന്ന് വായിക്കേണ്ടി വരും. പിന്നെ ബെഞ്ചമിൻ എ പിയേഴ്സിന്റെ ജെനറ്റിക്സിന്റെ ടോപ്പിക്സ് നേരത്തെ വിട്ടുപോയി. ജെനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജെനറ്റിക്സിൽ മറ്റേ പെഡിഗ്രി കാര്യങ്ങളൊക്കെയും മോണോ ഹൈബ്രിഡ്, ഡൈ ഹൈബ്രിഡ്, പിന്നെ ഡിസീസസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ബെഞ്ചമിൻ എ പിയേഴ്സിന്റെ ബുക്സ് റെഫർ ചെയ്താൽ മതി. പിന്നെ ഇമ്മ്യൂണോളജീൻ്റെ ബുക്ക് ഉണ്ട്. ഇമ്മ്യൂണോളജി ഞാൻ ഷോർട്ട് നോട്ട്സ് ആണ് റെഫർ ചെയ്തത്, ബുക്ക് വായിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ടേസിന്റെ പ്ലാന്റ് സയൻസ്, ടേസിന്റെ ബുക്കാണ് ഞാൻ. പ്ലാന്റ് സയൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഹോർമോൺസ്. അത് പറഞ്ഞില്ല. ഹോർമോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ് ഹോർമോൺസ് അത് അത്യാവശ്യം സിഗ്നലിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഫോട്ടോസിന്തസിസ് നോക്കാൻ പറ്റും. പിന്നെ ഡിഫെൻസ് മെക്കാനിസം, പ്ലാന്റ് ഡിഫെൻസ് ഒക്കെ നോക്കിയത് ടേസിൽ നിന്നാണ്. അതിൽ ഫിഗറൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇക്കോളജിയിൽ പീറ്റർ സ്റ്റില്ലിംഗ് 2 വോളിയം, ഐ തിങ്ക് 2 വോളിയം ഉണ്ട്. അത് ഫുള്ള് പഠിക്കണം. എൻ്റെ 2 പാർട്സ് ആയിട്ട് ടെക്സ്റ്റ് ഉള്ളത്. അത് രണ്ടും വായിക്കണം. അതിൽ മൊത്തം എല്ലാ പോർഷൻസും എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വായിച്ചിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിലുള്ള പാക്കിൽ സമ്മറി ഉണ്ട്. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും വായിച്ചാൽ നന്നായിരിക്കും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമുക്കൊരു ബേസിക് നോളജ് എന്തായാലും MSc പഠിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്തവർക്കും ഇപ്പം നമ്മളൊരു ടോപ്പിക് എടുത്തു, നമ്മൾ സിലബസിൽ ഈ ഒരു ഏരിയ വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, മൊഡ്യൂൾസ് ഉണ്ടാവുമല്ലോ, അതെടുത്തു. അതിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഞാൻ അടുത്തൊരു സീരീസ് ആയിട്ട് ഓരോ ടോപ്പിക്കും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കണം. നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യും, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട്. പിന്നെ അതിൻ്റെ PYQയും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സിലബസ് കണ്ടു, ബുക്ക് ഏതൊക്കെയാണെന്ന് കണ്ടു. ഇനി എങ്ങനെ തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എന്തൊക്കെ പഠിക്കണം, എന്തെല്ലാം ഉള്ളതെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്കൊരു 1 month 2 month ടൈം ടേബിൾ ഒന്നും ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ട് എല്ലാ ടോപ്പിക്കും ഒരു വട്ടെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു 2-3 months ടൈം ടേബിളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മാസം ഞാൻ ഈ ടോപ്പിക്കൊക്കെ കവർ ചെയ്യും, അടുത്ത മാസം അങ്ങനെയുള്ളൊരു ടൈം ടേബിൾ. അല്ലാതെ ഓരോ ദിവസം ഇങ്ങനെ അത് ഉണ്ടാക്കാം. പക്ഷെ അത് കുറച്ചുകൂടി അത്ര നമുക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ട് വേണം ടൈം ടേബിൾ ഉണ്ടാക്കാൻ. മാക്സിമം ഫ്രഷേഴ്സിന് ഒരു വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പിക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ പഠിച്ചെടുക്കും അങ്ങനെ ഉണ്ടാക്കാനേ പാടില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ നോളജിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ ടോപ്പിക്കിനും എടുക്കുന്ന സമയം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റെപ്ലിക്കേഷൻ പഠിക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ഒരു ദിവസം ഫുൾ എടുക്കും അത് മനസ്സിലാക്കി പഠിച്ചു വരാൻ വേണ്ടി. ചിലപ്പോൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇന്ന ടൈമിൽ ഇപ്പം 7 to ഈവനിങ് 7 to 9 വരെ ഞാൻ കണ്ടിന്യൂസ്ലി പഠിക്കും. അങ്ങനെ ഒരു ടൈം ടേബിൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി സബ്ജക്റ്റ് ഒക്കെ അറിയാം, ഒരു വട്ടം വായിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള നോട്ട് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ടോപ്പിക് വെച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. അവർക്ക് വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും.
ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈം വെച്ചിട്ടുള്ള രീതിയിലായിരുന്നു നോക്കിയത്. ഇപ്പോൾ ഒരു ദിവസം ഒരു 6-7 മണിക്കൂറൊക്കെ പഠിക്കാൻ നോക്കുക. ഇപ്പം MSc അല്ലാത്ത കുട്ടികളാണെങ്കിൽ 6-7 മണിക്കൂർ ഒരു ദിവസം യൂട്ടിലൈസ് ചെയ്യും. മിനിമം ഒരു 3 hours എങ്കിലും സ്റ്റാർട്ടിങ് ടൈമിൽ പഠിക്കണം. പഠിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3 hours ഇരുന്നേ പറ്റും മിനിമം. ഒരു 6 hours എങ്കിലും 7 hours ഒക്കെ നോക്കുകയാണെങ്കിൽ എത്രയോ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലിയർ ആയിട്ട് വരും. അപ്പം നമ്മളിപ്പോൾ മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ രാവിലെ തൊട്ട് ഉള്ള ടൈം ടേബിൾ എഴുതാം. ഇപ്പം 6 o'clock ഞാനൊക്കെ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഇപ്പോൾ പഠിക്കുന്ന ഒരു രീതി പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ടോപ്പിക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നു. ഇപ്പോൾ റെപ്ലിക്കേഷൻ ഞാൻ പഠിച്ചു. ഞാനൊരു 6 മണിക്ക് പഠിക്കാൻ തുടങ്ങി. ഒരു 8 മണി വരെ പഠിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു. പിന്നെ വീണ്ടും ഒരു 9 മണിയായപ്പോൾ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഷോർട്ട് ബ്രേക്ക് എടുത്തു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ റെപ്ലിക്കേഷൻ ഫുൾ തീർത്തു. അല്ലെങ്കിൽ ആ ഒരു ഒറ്റയിരിപ്പിൽ ഒരു ടോപ്പിക്ക് തീർക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ റെപ്ലിക്കേഷൻ കുറച്ച് സമയം നോക്കി, ഒരു 2-3 മണിക്കൂർ നോക്കി, ബ്രേക്ക് എടുത്തു. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് സെൽ ബയോ നോക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ ബേസിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങുന്ന ടോപ്പിക്ക് ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻസ്, അതിൻ്റെയൊക്കെ ബേസിൽ നിന്ന് വേണം നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യുലറിൻ്റെ ട്രാൻസ്ലേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ റിപ്പയർ മെക്കാനിസം ഒക്കെ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് എപ്പോഴും മൈൻഡിലുണ്ടാവും. കുറച്ചുകൂടി ഈസി ആയിരിക്കും പഠിക്കാൻ വേണ്ടി. ആ ഒരു ടോപ്പിക്കിൻ്റെ ഓർഡറും കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ടോപ്പിക്കിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്ക് തുടങ്ങും അങ്ങനെ വിചാരിക്കേണ്ട. ഇപ്പോൾ മോൾ ബയോ സ്റ്റാർട്ട് ചെയ്തു, ഒരു ദിവസം 2-3 hours നോക്കി. പിന്നെ സെൽ ബയോ നോക്കാം. സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ, അതിൽ ഓരോ മോളിക്യൂൾസിൻ്റെ ഡീറ്റെയിൽസ്, ലിപ്പിഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്ട്രക്ചർ, ടൈപ്സ് ഒക്കെ. പിന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അധികം ബോറടിക്കില്ല, കുറേ നേരം ഇരിക്കാനും പറ്റും അത്യാവശ്യം. എൻ്റെ ഒരു പ്രശ്നം, പിന്നെ നെക്സ്റ്റ് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയില്ല. അതെന്നെ ഭയങ്കരമായിട്ട് കുറച്ച് ഡിലേ ആയി റിസൾട്ട് കിട്ടാൻ വേണ്ടി. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഒരു ഫിക്സഡ് ടൈം, ഇപ്പോൾ 7 to 9, ആ ഒരു ഫിക്സഡ് ടൈമിൽ നമ്മൾ എന്തായാലും അവിടെ ബുക്കിന് മുന്നിൽ എത്തിയിരിക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ദിവസം പഠിച്ചു, നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക് എടുത്തു. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന ഒരു കണ്ടിന്യൂസ്ലി ഇപ്പോൾ 3 hours പഠിക്കുന്ന നമുക്കൊരു half an hour ഒക്കെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ ഒരു ലോങ് ഡേ ബ്രേക്ക് എടുത്തിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നമുക്ക് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പഠിക്കും, ഞാനൊന്നും പഠിച്ചില്ല, ഞാനൊന്നും പഠിക്കാണ്ടാണ് ഞാൻ ക്വാളിഫൈ ചെയ്തത്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ശരിക്കും തള്ളായിരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു എക്സാമിനും ഇന്നത്തെ കാലത്ത് നമ്മളെ ലക്കൊന്നും വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഒരു എക്സാമും കിട്ടില്ല. അപ്പം നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ ടൈം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാത്രിയും രാവിലെ അത് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു ടൈമിൽ ഞാൻ ആ ടേബിളിൻ്റെ ഇടയ്ക്ക് എത്തും, ഇങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നെ വേറൊരു എനിക്കുണ്ടായൊരു പ്രശ്നം റിവിഷൻ മെത്തേഡാണ്. ഞാൻ ആദ്യം പഠിക്കുന്ന സമയത്ത് എനിക്ക് റിവൈസ് ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ല. ഞാൻ ഓരോ ടോപ്പിക്കും വായിച്ച് പോകുന്നുണ്ട്, പക്ഷെ റിവൈസ് ചെയ്തേ ഇല്ല. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു മാസം എൻഡിലെത്തിയ സമയത്ത് ആ ടോപ്പിക്ക് നോക്കുമ്പോഴായിരിക്കും ബോധം വരുന്നത്, അയ്യോ എനിക്കിതൊന്നും ഓർമ്മയില്ലല്ലോ. എനിക്കൊന്ന് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. കുറേ ടേംസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേംസ് ഒക്കെ. അത് നമുക്ക് മെമ്മറിയിൽ നിൽക്കാൻ കുറച്ച് പാടായിരിക്കും. കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ആ ടേംസ് കുറച്ച് മെമ്മറിയിൽ നിൽക്കാൻ പാടായിരിക്കും. കൺസെപ്റ്റിനെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും റിവൈസ് ചെയ്യണം. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പം ഓക്കെ എനിക്ക് മോട്ടിവേഷനൊക്കെ കിട്ടി പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരാഴ്ച മാക്സിമം നിൽക്കും, പിന്നെ നമ്മളത് നിർത്തും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ കണ്ടിന്യൂസ്ലി പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് മടുക്കും. ഇപ്പം 7 days നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്ട്രെസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പ് നമ്മൾ നിർത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഇതിൽ ഏതൊരു എക്സാം ആണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ആദ്യം നമ്മൾ അത്ര
ടൈം ഡ്യൂറേഷൻ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം, ഒരു 2 hours ഒക്കെ നോക്കിയാൽ മതി ഒരു ദിവസം. മെല്ലെ മെല്ലെ ടൈം ഇൻക്രീസ് ചെയ്താൽ മതി ബിഗിനേഴ്സ് ഒക്കെ. അതിപ്പോ ജസ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്ന് പഠിക്കാൻ, വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. അത് മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. കുറേ സമയം ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇരിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് പൊമോഡോറോ ടെക്നിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ ആ ടൈമിൽ പഠിക്കുന്ന സമയത്ത് കുറേയൊക്കെ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യും, എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക, പഠിച്ചിട്ട് പെട്ടെന്ന് തലയിൽ കയറാൻ എന്താ വഴി, അങ്ങനെ ഗൂഗിൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് പൊമോഡോറോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സമയം അനങ്ങാതിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങുന്ന ആളാണ്. അപ്പോൾ ഉറങ്ങിയിട്ട് ഞാൻ പിന്നെ അടുത്ത കാലത്തൊന്നും എണീക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. അത് ടോപ്പിക്ക് മെമ്മറിയിൽ നിൽക്കുന്നതിനെ ബാധിക്കും. അപ്പോൾ അതിനും കൂടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ആണ്. നമ്മളൊരു ടോപ്പിക്ക് എടുത്തു, നമ്മൾ 3 hours പഠിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ വായിച്ചു, എന്നിട്ട് ഒരു 5 minutes നമ്മൾ അവിടെ തന്നെ ഉണ്ടാവണം, ദൂരെ എവിടെയും പോയിക്കൂടാ. വലിയ ബ്രേക്ക് ഒന്നും എടുത്തിട്ട് 5 minutes ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നടക്കുക റൂമിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെച്ചിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പിന്നെ വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യുക. സ്ക്രീൻ ടൈം ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും റീൽസ് ഒക്കെ കണ്ട് അതിൽ തന്നെ ആയിപ്പോ പിന്നെ നമ്മൾ തിരിച്ചു വരാൻ കുറേ ടൈം എടുക്കും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെയുള്ള അങ്ങനെ 5 minutes ബ്രേക്ക് എടുക്കുക. ഓരോ 25 minutes-ലും, അതിപ്പോൾ ചിലവർക്ക് 40 minutes നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു 40 minutes-ന് ശേഷം 5 minutes ബ്രേക്ക് എടുക്കുക. ഞാൻ മാക്സിമം 30-40 minutes ബ്രേക്ക് എടുക്കാറുണ്ട് പഠിക്കുന്ന സമയത്ത്. പിന്നെ പിന്നെ 2 hours-ന് ശേഷം ആഫ്റ്റർ 2 hour ഒരു ലോങ് 30 minutes ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ടൈം ആണെങ്കിൽ ഒരു 1 hour ബ്രേക്ക് എടുക്കും. അങ്ങനെയായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഈ ഒരു മെത്തേഡ് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നത്തെ ഒരു കാര്യം, നമ്മൾ ഇതിനു വേണ്ടി ടൈമർ സെറ്റ് ചെയ്യണം. മിക്കവാറും ഫോണിലായിരിക്കും എല്ലാവരും ടൈമർ സെറ്റ് ചെയ്യുന്നത്. ഫോണിൽ ഈ ടൈമർ ഓഫ് ആക്കാൻ പോകുന്ന നേരത്ത് നമ്മൾ വെറുതെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കയറാം, അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ വീഡിയോ കണ്ടേക്കാന്ന് വിചാരിച്ചെടുത്തേക്കും. അല്ലെങ്കിൽ നമ്മുടെ PDF നോട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് വായിക്കാൻ എടുക്കും. അന്നേരം നമ്മൾ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ടൈം അങ്ങനെ വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കുഞ്ഞ് ടൈമർ ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ. അത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ഇതുപോലെ ടൈമറും ക്ലോക്കും ഒക്കെ ഉള്ള, അലാം ഒക്കെ ഉള്ള ഐറ്റംസ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുണ്ടോന്ന് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, ഞാൻ ഫോണൊക്കെ വെച്ചിട്ടായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത്ര ഒരു 300-ന് താഴെ റേറ്റിൽ, 200 ആ റേറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് റിവിഷൻ്റെത്. എങ്ങനെ റിവിഷൻ ചെയ്യാം, അതൊരു വളരെ പഠിക്കുന്നതിനേക്കാളും ന്യൂ ടോപ്പിക്സ് കവർ ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ. ഇപ്പം നമ്മൾ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്ത് പോയി, പക്ഷെ ആദ്യം പഠിച്ച സാധനം നമ്മുടെ മെമ്മറിയിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് ഫുൾ വേസ്റ്റ് ആവും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് വായിക്കുന്ന സമയത്ത് ഒരു കിളി പോയ അവസ്ഥയായിരിക്കും. അപ്പോൾ അതിന് ഞാൻ പിന്നെ റിസർച്ചൊക്കെ ഗൂഗിളൊക്കെ ചെയ്ത് എനിക്ക് കിട്ടിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനൊരു കാര്യം വായിക്കുന്നു, ഇപ്പൊ ഇന്ന് ഫുൾ ഡേ ഞാനിരുന്ന് പഠിക്കുന്നു, എന്നിട്ട് ആ പഠിച്ച കാര്യം ഞാൻ നോർമലി വായിച്ച കാര്യം ഇപ്പൊ ഒരു സാധനം വായിച്ചിട്ട് ആ ഒരു ടൈമിൽ പോലും ഞാനത് റിവൈസ് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒരു കഥ പോലെ, നോവൽ വായിക്കുന്ന പോലെ വായിക്കും. പിന്നെ ഞാനത് വായിക്കില്ല. എനിക്ക് സംഭവം മനസ്സിലായല്ലോ, പിന്നെ ഞാനത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്നതാണ്. അപ്പൊ എന്തായാലും മറന്നു, കഥയോ നോവലോ ഒന്നും അല്ല. ടേംസ് ഒക്കെ ഉറപ്പായിട്ടും മറന്നു പോകും നമ്മൾ. അല്ലെങ്കിൽ വേറൊരു കാര്യം എനിക്ക് പറ്റിയിട്ടുള്ള എക്സാമിൻ്റെ ടൈമിൽ, എക്സാമിന് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ഇതാണോ അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ മനസ്സിലായത് എൻ്റെ റിവിഷൻ പ്രോപ്പർ ആയിരുന്നില്ല എന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു കാര്യം ഇന്ന് പഠിച്ചിട്ട് ഞാൻ നാളെ രാവിലെ മോർണിംഗിൽ ആ പഠിച്ച സാധനം റിവൈസ് ചെയ്യും. റിവിഷൻ എനിക്ക് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇത് നമ്മളിപ്പോൾ വീണ്ടും നോക്കി വായിക്കുകയാണെങ്കിൽ അത് റിവിഷൻ അല്ല, അത് ജസ്റ്റ് വീണ്ടും റീഡ് ചെയ്യുന്ന കാര്യമാണ്. റിവിഷൻ എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിൽ എന്താണുള്ളത് ആ കാര്യം നമ്മൾ ഓർത്തെടുക്കുന്നതാണ് റിവിഷൻ എന്ന് പറയുന്നത്. അത്
ഓർത്ത് വെക്കുക റിവിഷൻ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം എനിക്ക് ആദ്യമൊക്കെ കുറേ ടൈം എടുക്കും. നിങ്ങൾ ആദ്യമായിട്ട് റിവിഷൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും ഓർത്ത് വെക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഓരോ ദിവസം പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ മെമ്മറി പവർ കൂടിക്കൂടി വരും. അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ നെക്സ്റ്റ് ഡേ ഇതുപോലെ തലേന്ന് പഠിച്ച ടോപ്പിക് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആദ്യത്തിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ മെമ്മറിയിൽ ഉണ്ടാവും. ഇപ്പം മറന്നുപോയ കാര്യങ്ങളാണ് ഒന്നുകൂടി പഠിക്കുക. എന്നിട്ട് ഞാൻ തേർഡ് ഡേ പിന്നെ പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഫിഫ്ത്ത് ഡേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിഫ്ത്ത് ഡേ കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക് വരുമ്പോൾ ഇത്രയും ദിവസം ഇതിൽ 2, 3, 5, 7 ആ ഒരു റിവിഷൻ മെത്തേഡാണ് പറ്റുള്ളത്. ആ തേർഡ് ഡേയും കൂടി പഠിക്കാൻ പറ്റുള്ള ടൈം ഉണ്ടാവില്ല. പിന്നെ ഫിഫ്ത്ത് ഡേ ആണ് നോക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 7th ഡേയും കൂടി നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മന്ത് എൻഡിൽ ഒരു വട്ടം കൂടി പഠിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏത് ടോപ്പിക്കാണ് നോക്കിയെന്ന് ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറന്നു. കുഞ്ഞു കുഞ്ഞു ടോപ്പിക് ആയിരിക്കും നോക്കുക. ഇപ്പോൾ റെപ്ലിക്കേഷൻ ഫുള്ളി നമ്മൾ കവർ ചെയ്യണമെന്നില്ല ഒരു ദിവസം കൊണ്ട്, കുറച്ചായിരിക്കും. അപ്പോൾ ഒരു ബുക്കിൽ ഞാനിങ്ങനെ വരച്ചു വെച്ചായിരുന്നു ഓരോ ഡേറ്റ് ഇട്ടിട്ട് ഒരു പേജിൽ തന്നെ ഒരു മാസം മൊത്തം കൊള്ളിച്ചിട്ട്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഏതോ ടോപ്പിക്ക് വായിച്ചത് ആ ടോപ്പിക്കിന്റെ പേര് ഇത്. അപ്പോൾ 7 ഡേ അതിന്റെ നെക്സ്റ്റ് അതിന്റെ തൊട്ട് താഴെയായിരിക്കും 7th ഡേ വരിക. അപ്പോൾ എനിക്ക് 7th ഡേ മനസ്സിലാവും ഈ മുകളിലുള്ള ടോപ്പിക്കാണ് ഇന്ന് വായിക്കേണ്ടത്. ഞാനത് കൊടുക്കാം. ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാനത് കൊടുക്കാം. പിന്നെ എനിക്ക് എക്സാമിന് ലാസ്റ്റ് വീക്കിൽ ബോധം വന്നിട്ടുള്ളൊരു കാര്യമാണ് ഷോർട്ട് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തിനാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത്? നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു മന്ത്ലി റിവിഷൻ്റെ ടൈമിലാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. പക്ഷെ അവസാനം ഉണ്ടാക്കുമ്പോൾ പഠിച്ചൊരു 2-3 ടൈംസ് ഒക്കെ റിവൈസ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ കുറേ ബേസിക് കാര്യങ്ങൾ നമുക്കറിയാം. അതൊന്നും നമുക്ക് എക്സാമിൻ്റെ തലേന്ന് വായിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ റെപ്ലിക്കേഷൻ, പ്രൊക്കാരിയോട്ട്, യൂക്കാരിയോട്ട് ഒരു പേജിൽ നമുക്ക് സംഭവം തീർക്കാം. ഇനി റെപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഒരു പേജിൽ, ട്രാൻസ്ലേഷൻ ഒരു പേജിൽ, സിഗ്നലിംഗ് ഒരു 2-3 പേജിൽ നമുക്ക് തീർക്കാം. ഇപ്പോൾ A4 സൈസ് പേജ് ആണെങ്കിൽ ഞാൻ ഡെവലപ്മെന്റൽ ബയോളജി ഒക്കെ ഒരു 2 പേപ്പറിൽ 2 sides യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കമ്പയർ ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് മാത്രം മതി, ഒന്നും സെൻറ്റൻസ് ഒന്നും വേണ്ട, ടേംസ് മാത്രം ജസ്റ്റ് ഇങ്ങനെ എഴുതാം. PCNA എന്താണ്, അത് എഴുതിയാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. PCNA എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. RPA അതെന്താണ്, അങ്ങനെയുള്ളത് വാരി വലിച്ച് എഴുതിയാൽ നമുക്ക് വായിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ കാണാറില്ലേ, മെമ്മറി കുറച്ചുകൂടി കിട്ടും. ആ ഒരു രീതിയിൽ ഈ ഷോർട്ട് നോട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സാധനം കണ്ടാൽ നമുക്ക് ഇതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ള ഒരു ഏരിയ എവിടെയാണ്, ഞാൻ PYQ അധികം പ്രാക്ടീസ് ചെയ്യില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ടൈപ്പ് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ PYQ നോക്കിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ മാക്സിമം PYQ ഒന്നും നോക്കിയിട്ടില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എത്രത്തോളം മാക്സിമം ബാക്കോട്ടേക്ക് ഇയറിലേക്ക് നമ്മൾ PYQ നോക്കണം. അതിപ്പോൾ ഞാൻ കൂടുതൽ നോക്കിയുള്ള ചാപ്റ്റർ വൈസ് ആണ്. ആദ്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചാപ്റ്റർ വൈസ് PYQs നോക്കുക. അപ്പോൾ ഒരു ചാപ്റ്റർ ഇപ്പോൾ മോൾ ബയോ പഠിച്ചു, ആ മോൾ ബയോയിൽ വരുന്നത്, പ്ലാന്റ് സയൻസ് പഠിച്ചു, പ്ലാന്റ് സയൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ആ ഏരിയ കുറച്ചുകൂടി തറവാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ ഇയറിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു 3 months ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യണം. അതായത് PYQ തന്നെ നമ്മൾ കറക്റ്റ് ടൈമിങ് എക്സാമിൻ്റെ 180 minutes വെച്ചിട്ട് B പാർട്ട് C പാർട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കറക്റ്റ് നോക്കണം. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, നമുക്ക് A പാർട്ട് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. A പാർട്ടിൽ മാത്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ PYQ ഒക്കെ കുറച്ചുകൂടി ടഫായിട്ടുള്ള ഏരിയ, പക്ഷെ നമ്മളൊരു മിനിമം മാത്തമാറ്റിക്കൽ സ്കില്ല് A പാർട്ടിൽ കുറച്ചുകൂടി ക്വാളിഫൈ ആവാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നത്. A പാർട്ട് കുറച്ചുകൂടി ഒരു 4-5 questions ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു 10 marks ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റാങ്ക് മുന്നോട്ടേക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് കയറാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റ് ഏരിയയിൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് വരും, നമുക്ക് ചിലതൊക്കെ നമ്മൾ ഗസ് ചെയ്ത് ആൻസർ ചെയ്യുമല്ലോ ആ ഒരു ടൈമിൽ.
അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് കൂടി നോക്കണം. അതൊക്കെ വരും വീഡിയോസ് നമുക്ക് ചെയ്യാം. എനിക്ക് ക്ലാസ്സസ് CSIR-ന്റെ ക്ലാസ് ലൈഫ് സയൻസിൽ വരുന്ന ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു വീഡിയോൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അത് ബേസിൽ നിന്ന് തുടങ്ങി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഇങ്ങനെ ഈ ടോപ്പിക്ക് പഠിക്കണം, അപ്പോൾ ഒരു ടോപ്പിക് വെച്ചിട്ട് അതിൻ്റെ ക്ലാസ്സസും പിന്നെ ഒരു വീഡിയോയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസും അത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ റെസ്പോൺസ് ഒക്കെ നോക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ല എന്നൊരു തോന്നൽ, അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം.